ഹായ് ഓൾ, നമ്മൾ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോകട്ടോ. നമുക്കാദ്യം ചട്ടി ചൂടാക്കിയ ശേഷം ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാം, ഒനിയൻ ആഡ് ചെയ്യാം, നല്ലപോലെ വഴറ്റാം. നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. നമുക്ക് നല്ലപോലെ വഴറ്റാം. ഒത്തിരി സവോള ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, ഈ പരുവൊക്കെ മതി. അപ്പോൾ നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ്. പൊടികളായിട്ട് വേണ്ടത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ ഗരം മസാല. ഇത്ര നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിനിയും പൊടികളിടാം. നല്ലപോലെ നമുക്ക് മൂപ്പിക്കാവേ. നമുക്ക് തക്കാളി ആഡ് ചെയ്യാം, നല്ലപോലെ വഴറ്റാം. ഒത്തിരി അങ്ങ് ഇതായിട്ട് പോകണ്ട, സ്മാഷായി പോകണ്ട. നമുക്കൊരു കിഴങ്ങ് പുഴുങ്ങിയത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്കത് നേരത്തെ പുഴുങ്ങി വെക്കണേ. നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ തിളപ്പിക്കാം. നമുക്കിനി നമ്മുടെ പൊട്ടറ്റോസ് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിനി നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഇത് തേങ്ങയുടെ പൗഡറാണ്, നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ കുറുക്കിയതാണ്. ഇത് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് തിളച്ച് പോകണ്ട, ചൂടായാൽ മതിയാവും. നമുക്കിനിയും പതുക്കെ എഗ്ഗും ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ ഉപ്പും എരിവും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. ഉപ്പിന് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം, എരിവിന് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ അതിൻ്റെ മീതെ ആഡ് ചെയ്യാം. ശകലിച്ചാൽ മതിയാവും, ശകലിച്ച് ഇങ്ങനെ മുകളിൽ കൂടെ നമുക്കിനി ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് വേണം, നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാം. ഇത് നമുക്ക് അപ്പം ചപ്പാത്തിക്ക് ബെസ്റ്റാണ് ഈ മുട്ടക്കറി. വലിയ സ്പൈസി ഒന്നുമല്ല. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.